ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരയ്ക്കാട്ടോ. അതിൽ നമ്മൾ പഴുത്ത ചക്ക വേവിച്ചിട്ട് വെച്ചിട്ടായിരുന്നു. അത് നമ്മൾ അതിനെ നന്നായി ചൂടായി വെക്കുന്ന ഉള്ളിലേക്ക് ഇടാം. അതിന് ശേഷം അതൊന്ന് ഉടച്ച് നന്നായി വെന്ത് വന്നു കഴിഞ്ഞ ശേഷം ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 ചക്ക എടുത്തപ്പോൾ ഞാൻ അതിലേക്ക് 1 കിലോ ശർക്കര ഉപയോഗിച്ചിരുന്നത്. നന്നായി പാവ് കാച്ചിട്ട് അതിൽ പൊടിക്കാം. നന്നായിട്ട് ഇളക്കാം, അത് പിടിക്കാതെ നോക്കണം കേട്ടോ. അതിനുശേഷം നന്നായി ചക്ക ഇതൊന്ന് വേകണം. വെന്ത ശേഷം അത് നല്ല കട്ടിക്ക് വരും. അതിന് ശേഷം കുറച്ച് ഏലക്കായ ചുക്കും കൂടെ പൊടിച്ച് വെക്കണം. അതിന് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഈ പൊടിച്ച ഏലക്കായും ചുക്കും കൂടെയാണ് പൊടിച്ചേക്കുന്നത്. കുറച്ച് പഞ്ചസാരയൊക്കെ പൊടിച്ചേക്കുന്നത്. അതിനോട് ചേർത്ത് നന്നായി ഇളക്കാം. ഇളക്കി വെച്ച ശേഷം ഒന്നുകൂടി അത് ഡ്രൈ ആകുന്നതിന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം കുറച്ച് തേങ്ങ നമ്മൾ വറുത്തെടുക്കാം. നന്നായി വറുത്ത ശേഷം ആ തേങ്ങക്കൊത്ത് അതിലേക്ക് ഇടണം. നെയ്യിലാണ് വറുക്കുന്നത്. നന്നായി വറുത്ത ശേഷം അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലവണ്ണം അത് ഡ്രൈ ആക്കണം. നന്നായി ഡ്രൈ ആകുന്നുണ്ട്. നന്നായി ഉള്ളിയും ഏലക്കായും ചുക്കും തേങ്ങക്കൊത്തും മിക്സൊക്കെ ഡ്രൈ ആയി വരുന്നത് കൂടിയിട്ട് നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 2 മണിക്കൂറോളത്തെ വരണം കേട്ടോ. അത്യാവശ്യം സമയം എടുക്കുന്നതാണ്.